السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ഏറെ മഹനീയമായ ഹദീസ് സെമിനാറിൻ്റെ മഗ്രിബിനു ശേഷമുള്ള വേദിയിലാണ് നമ്മളേവരുമുള്ളത്. സലഫി മൻഹജും വ്യതിയാനങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാചകമാണല്ലോ സലഫി മൻഹജ്. എന്താണ് സലഫി മൻഹജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മൻഹജ് എന്നാൽ മാർഗം, വഴി എന്നൊക്കെയാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. സലഫ് എന്നാൽ മുൻഗാമികളെന്നും. അപ്പോൾ മുൻഗാമികളുടെ മാർഗം, സലഫി മൻഹജ് എന്ന ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മൻഹജു സലഫി സ്വാലിഹ് എന്നാണ്. സലഫു സ്വാലിഹികളുടെ വഴി, മാർഗം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആരാണ് ഈ സലഫു സ്വാലിഹികൾ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാചകത്തിലൂടെ പറയുകയുണ്ടായതുപോലെ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ എൻ്റെ തലമുറയാണ്, അഥവാ ഞാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബത്തുൽൻ്റെ ഈ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം കടന്നു വരുന്നവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വരുന്ന ആളുകൾ. എൻ്റെ തലമുറ എന്ന് പറഞ്ഞാൽ ഖൈറു ഹാദിഹിൽ ഉമ്മത്തിൽ ഖർനിൽ ലദീന ബുഇസ്തു ഫീഹിം, ഞാൻ നിയോഗിക്കപ്പെട്ട തലമുറയാകുന്ന ഏറ്റവും ഉത്തമരായ ഈ സ്വഹാബത്തിൻ്റെ തലമുറയാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ. സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞാൽ അൽ ഖർനുൽ ലദീ ബഅദഹും വഹുമു താബിഊൻ, സ്വഹാബത്തിന് ശേഷം കടന്നു വന്ന താബിഉകളാണ്. സുമ്മല്ലദീന യലൂനഹും വഹും അത്ബാഉ താബിഈൻ, അവരാണ് തബഉ താബിഉകൾ. ഇവരാണ് ഉത്തമരായ മൂന്ന് തലമുറ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട് ആ സലഫുകളുടെ മാർഗം, ആ സലഫി മൻഹജ് നമ്മൾ സ്വീകരിക്കണമെന്ന്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ശരിക്കും പഠിക്കണം, മനസ്സിലാക്കണം. വെറുതെ സലഫു സ്വാലിഹികളുടെ മാർഗമെന്നോ സലഫി മൻഹജ് എന്നോ വെറുതെ പറഞ്ഞാൽ പോരാ. അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ അനിവാര്യതയും ബോധ്യപ്പെടുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോഴുമാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വ്യക്തമായ ബോധം നമുക്കുണ്ടാകുന്നത്. മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളെയുമായി ഫജ്ർ നമസ്കാരത്തിൽ ഏർപ്പെട്ടു. ആ ഫജ്ർ നമസ്കാരം കഴിഞ്ഞപ്പോൾ സുമ്മ വഅലനാ മൗളിഅതൻ ബലീഗ, സാരസമ്പൂർണമായ
ഒരു ഉപദേശം പ്രവാചകൻ നിർവഹിക്കുകയുണ്ടായി. ദർഫത്ത് മിൻഹൽ ഉയൂൻ, ആ ഉപദേശത്തിന്റെ കാരണത്താൽ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമാറുള്ള, വവജിലത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറച്ചു പോകുമാറുള്ള സാരസമ്പൂർണമായ അർത്ഥഗർഭമായ ഒരു ഉപദേശമായിരുന്നു. സംസാരം കേട്ടവരുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് റസൂലുള്ളാഹിയോട് ചോദിച്ചു, കഅന്നഹാ മൗളിഅതു മുവദ്ദിഅ, ഒരു യാത്ര ചോദിക്കുന്നവന്റെ, വിട പറയുന്നവന്റെ ഉപദേശത്തെ പോലെ അങ്ങയുടെ ഉപദേശം തോന്നുന്നുവല്ലോ പ്രവാചകരെ. അതുകൊണ്ട് തന്നെ ഫൗസിന, താങ്കൾ ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാലും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറഞ്ഞത് ഉസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. വസ്സംഇ വത്വാഅ വഇൻ കാന അബ്ദൻ ഹബശിയൻ, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ അമീർ, നിങ്ങൾ അനുസരിക്കപ്പെടേണ്ട ആള് എത്ര നിസാരനായ നീഗ്രോ ആയ ഒരടിമയാകട്ടെ, അയാളെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും പിൻപറ്റുകയും നിങ്ങൾ ചെയ്യണമെന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ പ്രസക്തമായ വാചകങ്ങളാണ് എനിക്കെന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. റസൂൽ പറയാൻ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എൻ്റെ കാലശേഷം ജീവിക്കുന്നവരാരോ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണേണ്ടി വരും. എൻ്റെ കാലശേഷം ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താണ് മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കേണ്ടത് എന്ന് 14 മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നോട്ട് പോകലല്ല, അതല്ലെങ്കിൽ നിഷ്ക്രിയരായി മാറലല്ല, ഒന്നിന്റെയും ആളുകളെന്ന് പറഞ്ഞ് ദഅ്വാ രംഗത്ത് നിന്ന്, ആദർശ പ്രബോധന രംഗത്ത് നിന്ന് പുറകോട്ട് പോകലല്ല. അതിന് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി ഫഅലൈക്കും ബിസുന്നതി, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കലാണ്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ പ്രഗൽഭരായ പ്രസിദ്ധരായ മഹാന്മാരായ ആ സ്വഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദുകളുടെ മാർഗമേതാണോ ആ മാർഗത്തെ അനുധാവനം ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാതൃകയെ, ആ മാർഗത്തെ പിൻപറ്റേണ്ടതിന്റെ അനിവാര്യത പറയുമ്പോൾ റസൂൽ പറയണ അല്ലു അലൈഹാ ബിൻ നവാജിദ്, എൻ്റെ സുന്നത്ത്, എൻ്റെ പ്രവാചകന്റെ സുന്നത്ത്, എൻ്റെ സ്വഹാബത്തിന്റെ സുന്നത്തുകളെ, ആ മാർഗങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂൽ പറയാൻ അല്ലു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളുടെ വായിലെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം അതിനെ. വഇയ്യാകും വൽ മുഹ്ദസാത്ത്, മതത്തിൽ കടന്നുകൂടുന്ന പുതിയ നിർമ്മിതികളെ, മുഹ്ദസാത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം പുതിയ ആശയങ്ങൾ, പുത്തൻ ആചാരങ്ങൾ, അതൊക്കെ ബിദ്അത്തുകളാണ്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ എൻ്റെ സുന്നത്തും സ്വഹാബത്തിന്റെ മാതൃകയുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആ സ്വഹാബത്തിന്റെ മാതൃക നിങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാര്യം എന്താണ്? ആരാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തവും തൃപ്തിയും ഇഷ്ടവും നേടിയവരാണ് നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്റെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ അതിന്റെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയ വചനമാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലെയും അൻസാറുകളിലെയും ആദ്യം മുന്നോട്ട് വന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സുഹൃതം ചെയ്തുകൊണ്ട് ഇഹ്സാനോടുകൂടെ അവരെ പിൻപറ്റിയവരുമാരോ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമാണവരെ. മാത്രമല്ല വറളൂ അൻഹു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെ ഈ ദുനിയാവിലെ ജീവിതകാലത്ത് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവും നേടിയ
ഒരു ജനതയുടെ മാർഗമാണ്, നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് നാം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് നേരായ മാർഗം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ അതിന്റെ 136, 137 ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടുള്ള നിലപാട് പറയാൻ, ഖൂലു നിങ്ങൾ പറയണം, ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലൈന ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടത് അവതരിച്ചു കിട്ടിയതും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലാ ഇബ്രാഹിം. അസ്സലാമു അലൈക്കും. റിക്വസ്റ്റ് പ്ലീസ്. K19MD 7400 XU 500 ബ്ലാക്ക് കളർ ಗಾಡಿ വെച്ച് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ട് ഇൻ കേസ് ആ ഗാഡിലെ സംബന്ധപ്പെട്ട വ്യക്തിയുടെ ആയിരുന്നു പ്ലീസ് എടുക്കൂ. അതിർശ്വന്ത് ഫുള്ള് ബ്ലോക്ക് ആയിട്ട് അവിടെ. അഗൈൻ K90MD ബ്ലാക്ക് കളർ XU 500 7400. ജസാക്കല്ലാഹു ഖൈർ. സോറി. വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറ, ആ സൂറത്തുൽ ബഖറയിലെ 136, 137 ആയത്തുകൾ, അവിടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂലു നിങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം, ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില ഇലൈന ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിൽ മാത്രമല്ല, വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരായ ഇബ്രാഹിം നബിക്ക് അവതരിച്ചത്, ഇസ്മായിൽ നബിക്ക് അവതരിച്ചത്, ഇസ്ഹാഖ് നബിക്ക് അവതരിച്ചത്, യഅഖൂബ് നബിക്ക് അവതരിച്ചത്, യഅഖൂബ് നബിയുടെ സന്തതികൾക്ക് അവതരിച്ചത് മാത്രമല്ല, വമാ ഊതിയ മൂസ അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടത്, ഈസാ നബി അലൈഹിസ്സലാമക്ക് നൽകപ്പെട്ടത്, വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് സർവ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടതേതോ അതിലൊക്കെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും അവരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമോ വിവേചനമോ ഞങ്ങൾ കാണിക്കുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ ആ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു എന്ന് വിശ്വാസികളുടെ നിലപാട് പറയാൻ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ നോക്കണം. നിങ്ങൾ വിശ്വാസികളായ ആ സ്വഹാബത്തിന്റെ കൽപ്പനയാകുന്ന പ്രഖ്യാപനമാകുന്ന ആ നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ അവരാണ് ഹിദായത്ത് ലഭിച്ച സന്മാർഗത്തിലായി കഴിഞ്ഞ ആളുകളെന്ന് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല. നോക്കണം, നിങ്ങൾ ആ സ്വഹാബത്തിന്റെ വിശ്വാസികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മെ സലഫികൾ എന്നറിയപ്പെടുന്നത്. സലഫു സാലിഹികളുടെ ആ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ്, മൻഹജു സലഫ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മെ സലഫികൾ എന്ന് അറിയപ്പെടുന്നത്. ഏത് കാലത്തും സ്വീകരിക്കേണ്ട നിലപാടും ഇത് തന്നെയാണ്. മുമ്പും ഇതുതന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ നിലപാടായി സ്വീകരിച്ചിട്ടുള്ളത്. ആ സലഫി മൻഹജിൽ നിന്ന്, നിലപാടിൽ നിന്ന് തെറ്റിയതാണ് വ്യതിയാന കക്ഷികളായി സംഭവിച്ച ഒരുപാട് ആളുകൾക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചതായി പിൽക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ വിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചത് എന്ന് അവിടുത്തെ വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, അവിടുത്തെ ചര്യ കൊണ്ട് റസൂലുള്ള വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ പഠിച്ചവർ, അത് കേട്ടവർ, അത് മനസ്സിലാക്കിയവർ, ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അനുചരിച്ചും ആദരിച്ചും ജീവിച്ച ആ സ്വഹാബത്ത് മനസ്സിലാക്കിയ അതുപോലെയാണ്, ആ നിലപാടിനെയാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ മൻഹജിൽ നിന്ന്, ഈ സലഫി മൻഹജിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായി വ്യതിയാന കക്ഷികളായ ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരെ വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ അതിനൊരു പ്രമാണം, സാക്ഷ്യം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഒരു പ്രമാണവുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ
അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതുന്ന രംഗമുണ്ടായി. അവർ മാത്രമല്ല, പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിന് പുറമെയുള്ള അദൃശ്യ ശക്തികളായിട്ടുള്ള ആളുകൾ, അദൃശ്യ ശക്തികളായിട്ടുള്ള സൃഷ്ടികളായിട്ടുള്ള ജിന്നുകളോട്, മലക്കുകളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നതിന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിന്റെ 128-ാമത്തെ ആയത്ത് ഉദ്ധരിച്ച് അതതിന് തെളിവാണ്, ശിർക്കല്ല എന്നതിന് തെളിവാണ് എന്നും അതിന് സഹാബിമാരായ ആളുകളെ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ, മഹാനായ ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മുഫസ്സിറുകളെയൊക്കെ ഉദ്ധരിച്ചത് നമ്മൾ പിൽക്കാലഘട്ടത്തിൽ കാണുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനാകട്ടെ, പ്രവാചകന്റെ സുന്നത്തുകളാകട്ടെ, അതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നത്, അതിന്റെ രീതിയാണ്, അതിന്റെ മാർഗമാണ് സലഫു സ്വാലിഹികളുടെ മാർഗമനുസരിച്ചുകൊണ്ടാണ്, ആ പാത സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അവതരിക്കുമ്പോൾ അവിടുത്തെ അഭിസംബോധിതരായ ആളുകളാണ് ആ സ്വഹാബത്ത്. പ്രവാചകന്റെ സുന്നത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് ആ 23 വർഷ കാലഘട്ടം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്ത മാർഗങ്ങളെ കണ്ടവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് ആ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ സുന്നത്തിനെയും അത് മനസ്സിലാക്കിയ ഉത്തമ തലമുറയിലെ ആ സലഫു സ്വാലിഹികളുടെ മാർഗമനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രമാണങ്ങളെ സ്വീകരിക്കാനെന്നാണ് എനിക്ക് വളരെ ഗൗരവകരമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്, ആ വഴിയിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അത് സ്വീകരിക്കുമ്പോഴാണ്, അതനുസരിക്കുമ്പോഴാണ്, ആ വിശദീകരണ വ്യാഖ്യാനങ്ങളിൽ സംതൃപ്തരായി നിൽക്കുമ്പോഴാണ് നമ്മെ സലഫികളെന്ന് ഉച്ചരിക്കാൻ, നമ്മെ സലഫികളെന്ന് പറയാൻ സാധ്യമാകുന്നത് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കാനും യാഥാർത്ഥ്യം ബോധ്യപ്പെടാനും ബോധ്യപ്പെട്ട യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും മാർഗത്തിൽ അവരോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.